എക്സാലോജിക് CMR ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ വസതിയിലും പിണറായി വിജയന്റെ വീടുകളിലും ED റെയ്ഡ് തുടരുന്നതിനിടെ കടുത്ത രാഷ്ട്രീയ പ്രതികരണവുമായി മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരുന്നു. വളഞ്ഞിട്ടടിച്ചോളൂ, സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും. ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. CPMന് മുന്നിൽ വീരപരിവേഷം ലഭിക്കാനുള്ള പോസ്റ്റായി മാറുമെന്നാണ് റിയാസ് വിശ്വസിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളും റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയന് അനധികൃതമായ മാസപ്പടി എന്ന പേരിൽ പണം നൽകിയതിന്റെ ചുവട് പിടിച്ചാണ് ED റെയ്ഡ് നടത്തിയത്. അതിനെ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് CPM അണികൾ തന്നെ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നത്. കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന സൂചന റിയാസ് നൽകുമ്പോൾ പാർട്ടി നേതാക്കളിൽ നിന്നുള്ള പിന്തുണ മാത്രമാണ് ലഭിക്കുന്നത്. അണികൾ ഇപ്പോഴും കടുത്ത അമർഷത്തിലാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥർ വിപുലമായ പരിശോധനയാണ് നടത്തിയത്. പരിശോധനാ സമയത്ത് റിയാസ് വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. ഇതോടൊപ്പം പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMR ഓഫീസുകളിലും അടക്കം 12 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയതോടെ CPM ക്യാമ്പുകൾ വിറച്ചു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ED ഉദ്യോഗസ്ഥർ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയത്. കേസിൽ ആരോപണ വിധേയയായ വീണ വിജയനും കുടുംബവും തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ റിയാസിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. അതിൽ വന്ന ഒരു കമന്റിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ആ കമന്റ് ഇങ്ങനെ: 2006-ലും 2011-ലും 2016-ലും ജനങ്ങൾ നൽകിയ പിന്തുണ പാർട്ടിക്കും VS-നുമായിരുന്നു. 2006-ൽ VS-നെ ഭരിക്കാൻ അനുവദിക്കാതിരുന്നത് പിണറായി വിജയനായിരുന്നു. 2011-ൽ നേടാമായിരുന്ന ഭരണം തട്ടിത്തെറിപ്പിച്ചതും വിജയം തട്ടിത്തെറിപ്പിച്ചതും പിണറായി തന്നെ. 2016-ൽ VS-ൽ നിന്ന് വിജയം തട്ടിയെടുത്തതും പിണറായി വിജയൻ തന്നെയാണ്. അന്ന് ഭരിക്കാൻ തോമസും രവീന്ദ്രൻ മാഷും സുനിൽകുമാറും തിലോത്തമനും ശൈലജയും ഉണ്ടായിരുന്നു. അവരുടെ ഭരണമികവും പ്രളയവും കോവിഡുമാണ് രണ്ടാം ഭരണം കൊണ്ടുവന്നത്. ഏറാൻ മൂളികളായ കുറെ ശവങ്ങളെ തലപ്പത്തു കൊണ്ടുവന്ന് ആഭ്യന്തര വകുപ്പിനെ നശിപ്പിക്കുക മാത്രമാണ് പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ ചെയ്തത്. 2024-ലെ ലോക്സഭാ പരാജയത്തിൽ തന്നെ പാർട്ടിയുടെ തകർച്ച തുടങ്ങിയിരുന്നു. അന്ന് തിരിച്ചറിഞ്ഞില്ല, തദ്ദേശത്തിലും മനസ്സിലാക്കിയില്ല. എന്തായാലും നിയമസഭയിൽ ജനം കൃത്യമായ മറുപടി കൊടുത്തു. പാർട്ടി മെമ്പർമാരും അനുഭാവികളും പാർട്ടി ബന്ധുക്കളും പാർട്ടി സ്നേഹികളും കൂടിയാണ് പിണറായിയെയും ഏറാൻ മൂളികളെയും തോൽപ്പിച്ചത്. കണ്ണൂരിന് പുറത്തും ഈ പാർട്ടിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മിനിമം 8% വോട്ടെങ്കിലും ഈ വിഭാഗത്തിൽ നിന്ന് പോയിട്ടുണ്ട്. മുൻ മുഖ്യന്റെ നാക്കും പ്രവൃത്തികളുമാണ് പാർട്ടിയെ തോൽപ്പിച്ചത്. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് പ്രതിഫലം കൊടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു വശത്ത് നാട്ടിലെ മുഖ്യ ഭരണാധികാരിയുടെ മകളാകുമ്പോഴാണ് പ്രശ്നം ഗുരുതരമാകുന്നത്. മറ്റൊരു ഭരണാധികാരിയുടെ ഭാര്യയാകുമ്പോഴാണ് പ്രശ്നം ഇരട്ടിയാകുന്നത്. നേതാക്കന്മാർക്ക് പ്രശ്നം മനസ്സിലായില്ല, എന്നാൽ ജനത്തിനു മനസ്സിലായി. ജനങ്ങൾക്കിഷ്ടമില്ലാത്തത് നേതാക്കളെയാണ്. ഈ പാർട്ടിയെ അവർക്കിപ്പോഴും ഇഷ്ടമാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ. ജയരാജ രാഗേഷുമാരോട് പറയൂ ഇൻക്ലാബ് ഈ അവസരത്തിൽ വിളിക്കാനുള്ളതെന്ന്. ഏതെങ്കിലും ഒരു വ്യക്തിയോ മകളോ ചെയ്ത കൊള്ളരുതായ്മയെ പ്രതിരോധിക്കാനുള്ളതല്ല, സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈ പാർട്ടിയെന്ന് നേതാക്കന്മാർ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാണ് കമന്റ് അവസാനിപ്പിക്കുന്നത്.